ഉറക്കത്തിലും ഐശ്വര്യ സർപ്പക്കാവിനെ സ്വപ്നം കണ്ടു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന അവൾ എണീറ്റ് വെള്ളം കുടിച്ചു. മുത്തശ്ശി പറഞ്ഞതോർത്തു. അതിൽ പേടിക്കാനൊന്നുമില്ല കുട്ടി. നിങ്ങൾ ഫോണിലും ടിവിയിലും കാണുന്നതൊന്നും പൂർണ്ണമായി സത്യമല്ല. സർപ്പങ്ങൾ ഈ ലോകത്തുള്ള ഒരു ജീവി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അവൾ വെള്ളത്തിലും മണ്ണിലും മരത്തിലും ജീവിക്കുന്നു എന്ന് മാത്രം. ഐശ്വര്യ വീണ്ടും ഉറക്കത്തിലേക്ക് ചാഞ്ഞു. അതിരാവിലെ തന്നെ അവർ രണ്ടുപേരും ഉണർന്നു. കുളത്തിൽ പോയി കുളിച്ച് ചായ കുടിച്ച് ഗ്രാമം ചുറ്റാനായി അവർ ഇറങ്ങി. അവരുടെ കൂടെ ശ്രീയുടെ കൊച്ചനുജൻ അപ്പുവും കൂടി. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും നടന്ന് നേരം സന്ധ്യയാവാറായിരിക്കുന്നു. മാങ്ങയും നെല്ലിക്കയും ചാമ്പയ്ക്കയും മറ്റുമെല്ലാം അതിവരോളം കഴിച്ച് അവർക്ക് വിശപ്പില്ലായിരുന്നു. പിറ്റേ ദിവസം കോളേജ് ഉള്ളതിനാൽ തന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് അമ്മയോടും മുത്തശ്ശിയോടും അപ്പുവിനോടും യാത്ര പറഞ്ഞിറങ്ങി. നായിക്ക് ഐഷുവിന് എന്തൊക്കെയായിരിക്കും ഈ ഗ്രാമത്തെക്കുറിച്ച് മനസ്സിലുണ്ടാവുക എന്ന് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.